അയ്യോ എന്റെ അനിയൻ വെള്ളം കുടിച്ചാൻ പോണേ, എനിക്ക് നീന്താനാണ്. നമ്മളിപ്പോ ഈ കണ്ടതാണ് ഡ്രൗണിങ് ഒരു എമർജൻസി കണ്ടീഷൻ ആണ്, നമുക്കറിയാം. അതായത് ഒരാള് വെള്ളത്തിൽ വീണ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ആള് വയറിൽ വെള്ളം പോകുന്ന കാര്യമില്ല. വയറിൽ വെള്ളം പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ അതിനേക്കാളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എയർവേ ഓപ്പൺ ആണോ, ആള് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം എയർവേ ഓപ്പൺ ചെയ്ത് നമുക്കറിയാലോ, ഹെഡ് ടിൽറ്റ് ചിൻ ലെഫ്റ്റ് ചെയ്തിട്ട് എയർവേ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് റെസ്പോൺസ് ഉണ്ടോ എന്ന് നോക്കുക. റെസ്പോൺസ് ഇല്ല എങ്കിൽ നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് CPR സ്റ്റാർട്ട് ചെയ്യുക. CPR നമുക്കറിയാം, നമ്മൾ സാധാരണ നിപ്പിൾ ലൈനിന്റെ ഹാഫ് ഒരു മിഡിൽ ലെങ്ത്തിൽ വെച്ചിട്ട് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒരു 30 കംപ്രഷൻ ആണ്. 30 കംപ്രഷൻ, അതിന് 2 വെന്റിലേഷൻ ആണ് നമ്മൾ കൊടുക്കുക. സോ അതുപോലെ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ആയിട്ടുള്ള കംപ്രഷൻ ആയിരിക്കണം. ഒരു മിനിറ്റിൽ മിനിമം ഒരു 100 പ്രാവശ്യം എങ്കിലും കംപ്രഷൻ നമ്മൾ കൊടുത്തിരിക്കണം. എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക, പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇൻ കേസ് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എമർജൻസി ആയിട്ട് ബാക്കിയുള്ള എക്സ്പേർട്ടിനെ ഒന്ന് ഇൻഫോം ചെയ്യുക. നമുക്ക് ആ ഒരു എമർജൻസി ഹെൽപ്പ് കിട്ടുന്നത് വരെ നമ്മൾ ഈ CPR കണ്ടിന്യൂ ചെയ്യുക. ഇതാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് വരുന്നത്.